ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് നമ്മളെ വൈലത്തൂർ തിരൂര് റോഡാണ്. അപ്പോൾ ഈ റോഡ് ഒരു 3 മാസം മുൻപ് ഇവിടുത്തെ വ്യാപാരികളും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഒന്ന് ടാറിങ് ചെയ്ത റോഡാണിത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് 2 ദിവസം മുൻപ് വരെ ഫുള്ള് കുണ്ടും കുഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുണ്ടും കുഴിയൊന്നുമില്ല, ഒരു വണ്ടി മൂടാൻ മാത്രമുള്ള കുണ്ടും കുഴിയായിരുന്നു. ഇപ്പോൾ ഇത് പാച്ച് വർക്ക് ചെയ്തതാണ്. എന്താ പറയുക, കുറച്ച് കോറി വേസ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് ആ കുണ്ടിലും കുഴിയിലൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് അറിയുന്ന കാര്യം തന്നെ ആവും. ഹോസ്പിറ്റല്, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ അതുപോലെ തിയേറ്റർ, ഒരുപാട് മാളുകൾ, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ. തിരൂർ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമുള്ള ഒരു നാടാണ് തിരൂർ എന്ന് പറയുന്നത്. ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒക്കെ ഉള്ളൊരു സ്ഥലമാണിത്. എന്നിട്ടും കൂടി ഈ ഒരു റോഡ് കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. ഇത് എത്ര കാലമായാലും ഇതേ അവസ്ഥ തന്നെ. ഒരു 2-3 മാസം ഒന്ന് കറക്റ്റായിട്ട് റോഡുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുഴി തന്നെ, കുഴിയോട് കുഴി എന്ന് പറഞ്ഞാൽ പോരാ, ഒടുക്കത്തെ കുഴിയായി കയറണം. ഈ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ തന്നെ ഒരു മടിയായി മാറുകയാണ്. അപ്പോൾ ഇതൊന്നും പിന്നെ ഒരു പാർട്ടിക്കാരും ഇതിനെതിരായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നാട് നന്നാക്കുന്ന ആൾക്കാർ ആരും ഇതിനൊന്നും പ്രതികരിക്കണില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. സാധാരണ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല മെഴുകുതിരി എത്തിക്കലോ അല്ലെങ്കിൽ റാന്തലിച്ച് നടക്കലൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ പരിപാടി, ഓരോ പാർട്ടിക്കാർ. അപ്പോൾ നമ്മളെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു തെണ്ടുകളും ഇറങ്ങിത്തിരിക്കണില്ല എന്നുള്ളതാണ് സത്യം. ഇതിനൊക്കെ ഏത് കാലത്താണ് ഞാൻ അറുതി വരുന്നതാവും.